വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ന് ദില്ലിയിലെ സൈനികാശുപത്രിയിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിശോധന നടക്കും. പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കി. ഇന്നലെ രാത്രിയോടെ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ അമൃത്സർ വഴി ദില്ലിയിലെത്തിച്ചു. 3 ദിവസത്തോളം പാക് പിടിയിലായിരുന്ന അഭിനന്ദന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. വ്യോമസേനയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് അഭിനന്ദൻ. അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുന്നത് ഇന്ത്യ ഗൗരവമായി കാണുന്നു. രാജ്യാന്തര അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. ആവശ്യമെങ്കിൽ വീണ്ടും പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് ഇന്നും തുടരും. പുൽവാമ സ്ഫോടനത്തെക്കുറിച്ച് NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദിനെതിരായ കൂടുതൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇത് രാജ്യാന്തര സമൂഹത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് ഇന്ന് തൃശൂരിൽ സമാപനമാകും. ചരിത്രം സൃഷ്ടിക്കുന്ന ജനമുന്നേറ്റമായി മാറാൻ ഒരുങ്ങുകയാണ് LDF ജാഥകൾ. ലക്ഷം പേരുടെ റാലിയോടെ നടക്കുന്ന സംരക്ഷണ യാത്രകളുടെ സമാപനം ചരിത്ര സംഭവമാക്കാൻ സാംസ്കാരിക ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നും മഞ്ചേശ്വരത്തു നിന്നുമായി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. തെക്കൻ മേഖലാ യാത്ര CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ യാത്ര CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് നയിക്കുന്നത്. യാത്രകളുടെ സമാപനം വിജയിപ്പിക്കാൻ മുന്നൊരുക്കങ്ങളെല്ലാം LDF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. യാത്രകളുടെ സന്ദേശവുമായി ജില്ലയിൽ 3 ദിവസം നീണ്ട വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു. 1 ലക്ഷം പേരുടെ റാലിയോടെ വൈകിട്ട് 4-ന് തൃശൂർ തേക്കൻകാട് മൈതാനിയിലാണ് കേരള സംരക്ഷണ യാത്രകൾ സമാപിക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജാഥാ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, ജാഥാ അംഗങ്ങൾ എന്നിവർക്ക് പുറമെ LDF സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും. പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കാതെ ചെറു പ്രകടനങ്ങളായാവും പ്രവർത്തകർ പൊതുസമ്മേളനത്തിനായി എത്തിച്ചേരുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് പ്രൌഢോജ്വല സമാപനം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 7 കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മറൈൻ ഡ്രൈവിലെ മഹാസമ്മേളനത്തോടെയാണ് എറണാകുളം ജില്ലയിലെ പര്യടനം സമാപിച്ചത്. കോടിയേരിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥ ഇന്ന് തൃശൂരിൽ വടക്കൻ മേഖലാ ജാഥയുമായി സംഗമിക്കും. LDF എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത സ്വീകരണമാണ് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയത്. 10,000 അണിനിരന്ന മറൈൻ ഡ്രൈവ് മൈതാനിയിലേക്ക് ജാഥാ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ പ്രവേശിച്ചപ്പോൾ കയ്യടികളോടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത്. കാശ്മീരിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ജാഥാ ക്യാപ്റ്റനെ ബാലസംഘത്തിലെ കുരുന്നുകൾ വേദിയിലേക്ക് ആനയിച്ചു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ നിശിതമായി വിമർശിച്ച കോടിയേരി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചു. വ്യവസായം നടത്താൻ വരുന്നവർക്ക് സുരക്ഷിതത്വമില്ല എന്നായിരുന്നു ഇവിടെ പ്രചരണം. സർക്കാർ തീരുമാനിച്ചു വ്യവസായത്തിന് ലൈസൻസ് കൊടുക്കാൻ 3 മാസം കൊണ്ട് ലൈസൻസ് കിട്ടും. ആർക്കെങ്കിലും വല്ല തടസ്സവും ഉണ്ടെങ്കിൽ ആ തടസ്സം 3 മാസത്തിനുള്ളിൽ പരിഹരിച്ച് അനുമതി കിട്ടുന്നില്ലെങ്കിൽ, അനുമതി നിഷേധിക്കുന്നില്ലെങ്കിൽ അത് അനുമതി കിട്ടിയതായി കണക്കാക്കി വ്യവസായം തുടങ്ങാം. കഴിഞ്ഞ 27-ന് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച ജാഥ 3 ദിവസത്തിനിടെ 7 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് മറൈൻ ഡ്രൈവിൽ സമാപിച്ചത്. ഇന്ന് തൃശൂരിലെത്തുന്ന ജാഥ കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയുമായി സംഗമിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടന്നാക്രമണങ്ങൾക്ക് കീഴ്പ്പെടില്ലെന്ന് പ്രഖ്യാപിച്ച് കാസർഗോഡ് പെരിയയിൽ CPIM പൊതുയോഗം. മേഖലയിലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വ്യക്തമാക്കുന്ന ജനപങ്കാളിത്തമാണ് പൊതുയോഗത്തിൽ കണ്ടത്. പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്കെതിരെ നടക്കുന്ന നുണപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുമെന്ന് തെളിയിക്കുന്നതായിരുന്നു കാസർഗോഡ് പെരിയയിലെ CPIM പൊതുയോഗം. ഒരു കൂട്ടം മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളും കോൺഗ്രസ് ഭീഷണിയും അവഗണിച്ചാണ് ആയിരങ്ങൾ പൊതുയോഗത്തിന് എത്തിയത്. കാസർഗോഡ് പെരിയ കൊലപാതകത്തിന് പിന്നാലെ പാർട്ടിക്ക് നേരെ കടന്നാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് നിലപാട് വിശദീകരിക്കാനായി CPIM പൊതുയോഗം സംഘടിപ്പിച്ചത്. പെരിയയിലെ ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പേരിൽ കള്ളപ്രചരണങ്ങൾ നടത്തി കേരളത്തിൽ നിന്ന് CPIMനെ മായ്ച്ചു കളയാമെന്ന് കരുതേണ്ടെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. നിങ്ങൾ
ഞങ്ങൾക്കെതിരെ നടത്തിയ ഓരോ അതിക്രമങ്ങളും ജനങ്ങളുടെ മുന്നിലുണ്ട്. സമാധാനം പ്രസംഗിക്കുന്നവരുടെ കാപാലിക മുഖം ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എക്കാലത്തും ഈ പ്രസ്ഥാനത്തിന്റെ അടിവേറക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന തിരിച്ചറിവും മലയാളിക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല. ഈ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചു കളയുക എന്നതാണ് ലക്ഷ്യം. കോൺഗ്രസുകാർ നടത്തിയ കൊലപാതക പരമ്പരകൾ ചരിത്രരേഖകളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു. പി കരുണാകരൻ MP, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, MLA മാരായ M രാജഗോപാൽ, K കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പൂ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരു കൂട്ടം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ കുപ്രചരണങ്ങൾ ഈ മേഖലയിലെ പാർട്ടിയുടെ ജനകീയ അടിത്തറക്ക് നേരിയ പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പെരിയയിലെ CPIM-ന്റെ പൊതുയോഗം. പെരിയയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. നിർമ്മാണം പൂർത്തീകരിക്കാതെ കൊല്ലം റെയിൽവേ രണ്ടാം പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടത്താനുള്ള നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്ഘാടന നാടകമെന്ന് ആക്ഷേപം. കവാടത്തിന്റെ ഗേറ്റ്, ടിക്കറ്റ് കൌണ്ടർ എന്നിവയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. ഈ ഘട്ടങ്ങളിലൊന്നും ഫലപ്രദമായ ഇടപെടൽ നടത്താത്ത ലോക്സഭാ അംഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ധൃതി കാട്ടി ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ അവിശുദ്ധ രാഷ്ട്രീയ കളിയും നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം. രണ്ടാം ടെർമിനലിന്റെ ഭാഗമായ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടില്ല. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചാണ് മേൽപ്പാലം സ്ഥാപിക്കുന്നത്. എന്നാൽ സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം പ്ലാറ്റ്ഫോമുമായി മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന നിർമ്മാണമാണ് അവശേഷിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാം കവാടത്തിന്റെ പണി തുടങ്ങി അതൊരു പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ രണ്ടാം കവാടം അതിന്റെ പ്രവർത്തനം നമുക്ക് കണ്ടാൽ അതും ഇതും തമ്മിൽ വളരെ രാപോലെ വ്യത്യാസമുണ്ട്. ടിക്കറ്റ് കൗണ്ടർ അടിയന്തരമായിട്ട് ഉണ്ടാകും. ഇതൊന്നും അവിടെ ഇല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഒരു പൂർത്തീകരിച്ച് പൂർണ്ണമായി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ലിഫ്റ്റിന്റെ നിർമ്മാണവും എങ്ങും എത്തിയില്ല. ഇതിനായുള്ള മെഷീനുകളും മറ്റ് ഉപകരണങ്ങളും രണ്ടാം പ്ലാറ്റ്ഫോമിൽ നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 40 ലക്ഷത്തിന്റെ എസ്കലേറ്ററിന്റെ പണി എന്ന് യാഥാർത്ഥ്യമാകുമെന്നും അധികൃതർക്ക് ഉറപ്പില്ല. ഫലത്തിൽ പണി പൂർത്തീകരിച്ചത് ടെർമിനലിന്റെ ഗേറ്റ് മാത്രമാണ്. വസ്തുത ഇതായിരിക്കെ ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മാറും. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്നാണ് കൊല്ലം സ്റ്റേഷൻ അധികൃതരുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. കന്യാകുമാരിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. വൈ ഗോപാലസ്വാമി നയിക്കുന്ന മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തകരാണ് കന്യാകുമാരിയിലെ കാവൽ കിണറിന് സമീപം കരിങ്കൊടി കാണിച്ചത്. വിവരമറിഞ്ഞ BJP പ്രവർത്തകർ സ്ഥലത്തെത്തുകയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. വൈ ഗോപാലസ്വാമി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോൺഗ്രസ് ലീഗ് 3-ാം സീറ്റ് സംബന്ധിച്ച തർക്കത്തിന് ഉഭയകക്ഷി ചർച്ചയിലും പരിഹാരമായില്ല. സീറ്റ് വിഷയം 6-ാം തീയതി പാണക്കാട് നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസ് ലീഗ് സീറ്റ് തർക്കം ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞു. ന്യായീകരണമില്ലാത്ത ഒരു കാര്യവും ലീഗ് ഉന്നയിക്കാറില്ലെന്നാണ് ഇരുകക്ഷി നേതാക്കളും ചേർന്ന ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അല്ല, ന്യായമല്ലാത്ത ആവശ്യങ്ങൾ വല്ലതും പാർട്ടി പറയും. പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. സീറ്റ് വിഭജനം സംബന്ധിച്ച് 6-ാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ലീഗ് യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാവുമെന്നാണ് ഇരു പാർട്ടി നേതാക്കളും പറഞ്ഞത്. 3-ാം സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം കുറച്ചൊന്നുമല്ല UDF-ൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് സീറ്റ് തർക്കവും മുന്നണിയെ വലയ്ക്കുകയാണ്. ഈ മാസം 3-ാം തീയതി കേരള കോൺഗ്രസ് യോഗം ചേരും. 4-ാം തീയതി കോൺഗ്രസ് നേതാക്കളും യോഗം ചേരും. ഈ യോഗങ്ങൾക്ക് ശേഷമാവും സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അതേസമയം ഒരുപാട് ഓപ്ഷനുകൾ തങ്ങൾക്കുണ്ടെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 2 പ്രാവശ്യമായിട്ട് നടന്ന ചർച്ചയിൽ ഒരുപാട് ഓപ്ഷൻസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പാർട്ടി ഹൈപവർ കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി പ്രസിഡന്റ് അപ്രൂവലോടുകൂടി ഞങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കും. UDF-ലെ സീറ്റ് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന UDF നേതൃമോഹവും ആദ്യ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
തിരികെ വാർത്തകളിലേക്ക്. കാസർകോട്ടെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ തുളു ഭവൻ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. കേരള തുളു അക്കാദമി മഞ്ചേശ്വരത്ത് നിർമ്മിക്കുന്ന തുളു ഭവന്റെ ശിലാസ്ഥാപനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ഭാരത സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലേ രാജ്യം തന്നെ നിലനിൽക്കുകയുള്ളൂവെന്ന് സ്പീക്കർ പറഞ്ഞു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് മഞ്ചേശ്വരത്തെ കേരള തുളു അക്കാദമി. 2006 VS അച്യുതാനന്ദൻ സർക്കാരാണ് തുളു അക്കാദമി ആരംഭിച്ചത്. അന്നത്തെ മഞ്ചേശ്വരം MLA CH കുഞ്ഞമ്പുവാണ് ഇതിന് മുൻകൈയെടുത്തത്. കഴിഞ്ഞ UDF ഭരണത്തിൽ അക്കാദമി പ്രവർത്തനം സമ്പൂർണമായും നിശ്ചലമായിരുന്നു. അക്കാദമി ആസ്ഥാനമായ മഞ്ചേശ്വരം ദുർഗിപ്പള്ളയിൽ 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന തുളുഭവനത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാകും. തുളുഭാഷ, കലകൾ, സംസ്കാരം എന്നിവ സംബന്ധിച്ച ഗവേഷണങ്ങളും അവയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കലുമാണ് അക്കാദമിയുടെ ലക്ഷ്യം. തുളുഭവൻ നിർമ്മാണോദ്ഘാടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണ് ഇന്ത്യയുടെ കരുത്തും ഐക്യവുമെന്ന് ചൂണ്ടിക്കാട്ടിയ സ്പീക്കർ ഈ സംസ്കാരങ്ങളുടെ ഒരു അരുവിയുടെയും ഒഴുക്ക് തടയപ്പെടരുതെന്ന് പറഞ്ഞു. പല ഭാഗത്തു നിന്നുള്ള പല തരത്തിലുള്ള അറിവുകളുടെ ഒരു ഒഴുക്കിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു അരുവി അടച്ചാൽ അത് ഒഴുക്കിനെ തടസ്സപ്പെടുത്തണം, അത് നൈസർഗികത ഇല്ലാതാക്കണം. തുളുവിന് നേരെ നമ്മൾ കണ്ണടക്കുന്നു പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ധാരയ്ക്ക് നമ്മൾ തടസ്സമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സംസ്കാരത്തിന്റെ ധാരകളെ തടസ്സമില്ലാതെ ഒഴുകാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സമൂഹമാണ് ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത്. പി കരുണാകരൻ MP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തുളു മലയാള ഭാഷാ നിഘണ്ടു രചയിതാവ് ഡോക്ടർ AM ശ്രീധരൻ, തുളുഭാഷാ ഗവേഷക ലക്ഷ്മി G പ്രസാദ്, തുളു സാഹിത്യകാരൻ മലർ ജയറാമനെ പ്രതിനിധീകരിച്ച് മകൾ സായി ബത്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K കുഞ്ഞിരാമൻ MLA, അക്കാദമി ചെയർമാൻ ഉമേഷ് M സാലിയാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, C ദിവാകരൻ MLA, CPI ജില്ലാ സെക്രട്ടറി GR അനിൽ എന്നിവരാണ് പട്ടികയിൽ. 3, 4 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമാകും. 6 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനമായ കശ്മീരായിരിക്കും. പുൽവാമ സ്ഫോടനവും വിഘടനവാദവും രാജ്യത്തിന്റെ തെക്കേ അറ്റമായ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനമുണ്ടാക്കും. നാഷണൽ കോൺഫറൻസും PDPയുമാണ് ജമ്മുകാശ്മീരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതെങ്കിലും ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ച BJPയും സജീവമാണ്. ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ്, ലഡാക്ക്, ഉധംപൂർ, ജമ്മു എന്നിവയാണ് ജമ്മുകാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ. പാകിസ്ഥാനുമായുള്ള തർക്കത്തിലെ കേന്ദ്രബിന്ദുവായ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയവും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. മെഹബൂബ മുഫ്തി നേതൃത്വം നൽകുന്ന PDPയും ഒമർ അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസുമാണ് മുഖ്യ എതിരാളികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെഹബൂബ മുഫ്തിയും BJPയും സഖ്യമായി മത്സരിച്ചു. 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമ്മു മേഖലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ BJPക്കായി. ശ്രീനഗർ മേഖലയിലെ ബാരാമുള്ളയിൽ മെഹബൂബ മുഫ്തിയുടെ PDP വിജയിച്ചു. ശ്രീനഗറും അനന്ത്നാഗും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും നേടിയെടുത്തു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംയുക്തമായി മത്സരിച്ച PDPയും BJPയും ഭരണം നേടിയെങ്കിലും നീണ്ടുനിന്നില്ല. ഇരുവരും പിണങ്ങിപ്പിരിഞ്ഞതിനു പിന്നാലെ നിത്യശത്രുവായ നാഷണൽ കോൺഫറൻസുമായി PDP സഖ്യമുണ്ടാക്കി. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് തൊട്ടുമുമ്പ് BJP നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിലവിൽ സർക്കാരില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാശ്മീരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ ചട്ടം എടുത്തുമാറ്റാനുള്ള BJP താൽപര്യം കൂടുതൽ പ്രക്ഷോഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്തെ ഞെട്ടിച്ച് പുൽവാമ സ്ഫോടനവും ഉണ്ടായതോടെ കാശ്മീർ യുദ്ധമേഖലയായി മാറി. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു. ബങ്കറുകളിൽ അഭയം തേടേണ്ട ഒരു ജനതയായി കാശ്മീരികൾ മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൈന്യം നടത്തിയ മിന്നലാക്രമണത്തിൽ 4 ജയ്ഷെ കെട്ടിടങ്ങൾ തകർത്തെന്ന് സൈന്യം അവകാശപ്പെട്ടു. തെളിവുകൾ പിന്നീട് പുറത്തുവിടുമെന്നും സൈന്യം. അതേസമയം അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം തുടരുകയാണ്. പുഞ്ചിലെ ഒരു കുടുംബത്തിലെ 3 പേർ പാക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2 തീവ്രവാദികളെ സുരക്ഷാ സേന വധിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഇന്നലെ
വൈകിട്ട് അഭിനന്ദൻ വർദ്ധമാനെ കൈമാറുന്ന സമയത്ത് പോലും ഹന്ദ്വാരയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുകയും അവിടെ CRPF ജവാന്മാർക്കടക്കം വീരമൃത്യു ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുന്നതാണോ കാണാൻ കഴിയുന്നത്? ഒപ്പം തന്നെ ബാലാക്കോട്ടിലെ മിന്നലാക്രമണത്തിന്റെ തെളിവുകൾ പിന്നീട് പുറത്തുവിടുമെന്നാണോ ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്? മനു, ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ സംഭവത്താണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെയാണ്. അതായത് അഭിനന്ദ് വർത്തമാനെ വാഗ അതിർത്തിയിൽ ഇന്ത്യക്ക് കൈമാറി. അത് കഴിഞ്ഞ ഏകദേശം അതേ സമയത്തിനുള്ളിൽ തന്നെയാണ് പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘാട്ട് സെക്ടറിൽ പാകിസ്ഥാൻ ഗ്രനേഡുകളും മിസൈലുകളും ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഈ അടുത്ത കാലത്ത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാൻ വെടിവെപ്പ് കൂടുകയാണ്. എന്നാൽ ഇവിടെ വലിയ നാശനഷ്ടമുണ്ടായി. വെടിവെപ്പിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് സൈന്യം രാത്രി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അതിദാരുണമാണ്. സാധാരണ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തുന്നതെങ്കിൽ ഇത്തവണ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം. ചില വീടുകൾ ലക്ഷ്യമിട്ട് മിസൈലുകൾ ഗ്രനേഡുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഒരു കുടുംബത്തിലെ 3 കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം സിവിലിയൻസ് നാശനഷ്ടം അവർ വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടി ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ വെടിവെപ്പ് ഭയന്ന് 5 കിലോമീറ്റർ ചുറ്റളവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരാൻ സ്ഥലത്തെ പോലീസ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ, അതായത് ബലാക്കോട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യ നടത്തിയ വ്യോമാക്രമണവും അതിനെ തുടർന്നുള്ള നാശനഷ്ട വിവരങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. സൈന്യം പുറത്തുവിട്ടത് പ്രകാരം ബലാക്കോട്ടിലെ 4 കെട്ടിടങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെ മദ്രസകൾ പ്രവർത്തിക്കുന്ന 4 കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മരണനിരക്ക് എന്താണ് എന്ന് ഇപ്പോഴും നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. അത് തങ്ങൾ ഇപ്പോൾ തേടാൻ ശ്രമിക്കുന്നു എന്നാണ് സൈന്യം അറിയിച്ചത്. ഈ ബലാക്കോട്ടിലെ കെട്ടിടം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇവിടെ ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റോയിട്ടേഴ്സ് പോലുള്ള രാജ്യാന്തര വാർത്താ ഏജൻസികൾ ഈ സ്ഥലത്തെത്തിപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രദേശവാസികൾ തന്നെ പറഞ്ഞത് അന്ന് രാത്രി 3 മണിക്കും 4 മണിക്കും ഇടയിൽ വലിയ ബോംബാക്രമണം നടന്ന ശബ്ദങ്ങൾ കേട്ടു. പക്ഷെ തങ്ങൾ ആ നടന്ന സ്ഥലത്തേക്ക് പോകാൻ തങ്ങൾക്ക് കഴിയില്ല. അവിടുത്തെ ലോക്കൽ പോലീസും ഈ കുന്നിന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ സൈന്യം തടഞ്ഞു എന്നാണ്. കുറച്ചു കാലങ്ങളായി ജെയ്ഷെ മുഹമ്മദിന്റെ മദ്രസകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അവിടെ. മറ്റുള്ളവർക്ക് അവിടെ പ്രവേശനമില്ല എന്ന്, അത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് പാകിസ്ഥാൻ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ 4 കെട്ടിടങ്ങളെങ്കിലും ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നത്. ആദ്യമായാണ് സൈന്യം ഇത് സംബന്ധിച്ച് ഒരു കാര്യം വിശദീകരണം നൽകുന്നത്. എന്ന് മാത്രമല്ല, കൂടുതൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്, അത് പിന്നീട് പുറത്തുവിടും എന്നും സൈന്യത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വ്യോമസേന തിരിച്ച് 27-ാം തീയതി നടന്ന പാകിസ്ഥാൻ അറ്റാക്ക്, അതിന് നൽകിയ മറുപടി സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു. ഇത് പ്രകാരം 27-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറിൽ പാകിസ്ഥാൻ വിമാനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ജാൻഗർ ജനറൽ ഏരിയയ്ക്ക് മുകളിൽ വ്യോമ പരിധിക്ക് മുകളിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇന്ത്യൻ ആർമികൾ തിരിച്ചടിച്ചു. രജോരിയിലെ സുന്ദർബാനി ഏരിയയ്ക്ക് മുകളിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിമാനങ്ങളെ ഓടിച്ചുവിടാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. ഇതിൽ F-60 വിമാനത്തെ കൃത്യമായി തകർത്തിട്ടുണ്ട്. ഒരു F-60 വിമാനത്തെ ഒരു മിസൈൽ പിന്തുടരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യോമസേന പുറത്തുവിട്ടിട്ടുണ്ട്. ഈ MiG-21 ബൈസൺ വിമാനത്തിൽ നിന്നുള്ള മിസൈലാണ് F-60 വിമാനത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. MiG-21 ബൈസൺ കൂടാതെ സുഖോയ് 30യും മിറാഷിനെയും കൂടി ഇത്തരം ആക്രമണത്തിനായി അന്ന് വിന്യസിച്ചിരുന്നു എന്നും ഇപ്പോൾ വ്യോമസേന അറിയിക്കുന്നു. ഇതിൽ MiG-21ലെ പൈലറ്റാണ് അഭിനന്ദ് വർത്തമാൻ. അദ്ദേഹമാണ് പിന്നീട് പാക് പിടിയിലായി പോകുന്നത്.
F-16 വിമാനത്തെ ഇന്ത്യ തകർത്തുവെങ്കിലും അതിനെക്കുറിച്ച് ഒരു വിശദീകരണവും പാകിസ്ഥാൻ നൽകുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രകാരം അതിൽ തകർന്നു വീണ പൈലറ്റ്, പാകിസ്ഥാൻ പൈലറ്റിനെ ഇന്ത്യക്കാരനാണെന്ന് കരുതി അവിടുത്തെ പ്രദേശവാസികൾ തല്ലിക്കൊന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം അഭിനന്ദ് വർത്തമാനെതിരെ അതേ രീതിയിൽ ആൾക്കാർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അന്ന് സ്വന്തം സർവീസ് റിവോൾവർ ഉപയോഗിച്ചാണ് അഭിനന്ദ് വർത്തമാൻ പ്രതിരോധിച്ച് നിന്നത്. അദ്ദേഹത്തിനെതിരെ കല്ലെറിയുകയൊക്കെ ചെയ്തു, വലിയ മുറിവൊക്കെ പറ്റി. അതിന് മുമ്പ് തന്നെ പിന്നീട് പോലീസൊക്കെ എത്തിയാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ പൈലറ്റിന് അങ്ങനെ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ പൈലറ്റിനെ ഇന്ത്യൻ പൈലറ്റ് ആണെന്ന് കരുതി അവിടെ ഉള്ളവർ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പാകിസ്ഥാൻ പൈലറ്റിനെ കുറിച്ച് ചില വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് പാകിസ്ഥാനിലെ തന്നെ ഒരു പഴയ എയർ മാർഷലിന്റെ മകനാണ് എന്നൊരു ചില സംശയങ്ങൾ ഇപ്പോൾ പലതും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈന്യം ഇപ്പോൾ പുറത്തു വിട്ടു തുടങ്ങിയിരിക്കുകയാണ്. മനു. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബലാക്കോട്ട് ആക്രമണത്തിന്റെ കൂടുതൽ തെളിവുകൾ പിന്നീട് പുറത്തുവിടുമെന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോൾ തുടരുകയാണ്. പലയിടത്തും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേർ പാക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് സാധാരണ ജനങ്ങൾക്ക് നേരെയും അവർ ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇടവേള. പാട്ടിന്റെ കടവുകളിൽ പായ്ക്കപ്പലുകളും പത്തേമാരികളും അടുപ്പിച്ച പഴയ കൊച്ചിയുടെ ചരിത്രം പോലെ ചില മനുഷ്യർ ഇവിടെ ഇപ്പോഴും നിശബ്ദമായി പാടുന്ന ചില ജീവിതഗാനങ്ങളുണ്ട്. കൽപ്പനാരാമത്തിൽ കണിക്കുന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരിണി വന്നു, എന്റെ സ്വപ്നമനോഹരിണി വന്നു. കൽപ്പനാരാമത്തിൽ കണിക്കുന്ന പൂത്തപ്പോൾ സ്വപ്നമനോഹരിണി വന്നു, എന്റെ സ്വപ്നമനോഹരിണി വന്നു. Malabar Golden Diamonds, Kerala Express, brought to you by Malabar Golden Diamonds. Brides of India, celebration bridal jewelry by Malabar Golden Diamonds. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട. അഴുക്കലീച്ച് കളയാനേ ഉജാലയുടെ ഡിറ്റർജന്റ് പൗഡർ ഉണ്ട്. ഇതിൽ മാത്രമേ ഉള്ളൂ IDD, അതായത് ഇൻസ്റ്റന്റ് ഡർട്ട് ഡിസോൾവേഴ്സ്. അത് കഠിനമായ അഴുക്കിനെ പെട്ടെന്ന് അലിയിച്ച് കളയുന്നു. ഉജാല ഡിറ്റർജന്റ് പൗഡർ അഴുക്കിനെ അലിയിച്ച് കളയുന്നു. പുതിയ ഇന്ദുലേഖ ബ്രിംഗ ഹെയർ ഫോൾ ഷാംപൂ. എല്ലാ ബോട്ടിലിലുമുണ്ട് 9 മുഴുവൻ ബ്രിംഗരാജ് ചെടിയുടെയും സത്ത്. ആഡഡ് കളറോ പെർഫ്യൂമോ ഇല്ല. ഇന്ദുലേഖ ബ്രിംഗ ഷാംപൂ, ഹെയർ ഫോളിനുള്ള ആയുർവേദ ഔഷധം. നമസ്തേ, ഇതാണ് എന്റെ ഗ്രാമം. എന്റെ ഗ്രാമം ഇപ്പോൾ സമൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധി നരേഗയുടെ മികച്ച സുതാര്യതയും ജനപങ്കാളിത്തവും. ഇപ്പോൾ ഗ്രാമീണർക്ക് 100 ദിവസത്തെ ജോലിയുടെ ഗ്യാരണ്ടിയുണ്ട്. പണിക്കൂലിയും നേരിട്ട് അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നു. മൻരേഗയിൽ വിവിധ പദ്ധതികളുമായുള്ള സമന്വയം അതിനെ വർണ്ണാഭമാക്കുന്നു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മൂലം ഭൂഗർഭ ജലനിലവാരം ഉയർന്നു. സുസ്ഥിരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാൽ വികാസം ആർജിക്കുന്നു. सोशल ऑडिटिंग मुखेना मनरेगा सुतारित वर्धिക്കുന്നു. मनरेगा का पैसा भी अब आधार के द्वारा उसके खाते में जा रहा है. करप्शन कम हो रहा है. കഴിഞ്ഞ 4 വർഷങ്ങളിൽ മൻരേഗ പുതിയ ഔന്നത്യങ്ങൾ പ്രാപിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് എന്റെ ഗ്രാമം ഇപ്പോൾ അനുദിനം സമൃദ്ധിയാർജിക്കുന്നത്. പപ്പയുടെ ജോലി ബാങ്ക് മാനേജർ, മമ്മയുടെയോ ഒന്നുമല്ലേ. അറിയാം, നിനക്ക് സ്വന്തം ബേക്കറി തുടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടിയിട്ട് വേണ്ടേ. പാത്രം കഴുകി കഴിഞ്ഞു. ഇത്ര വേഗം? അതായത് ഇപ്പോൾ സമയമുണ്ട് സ്വന്തം വ്യക്തിത്വം തെളിയിക്കാൻ. അപ്പോ അമ്മയുടെ സ്വന്തം ബേക്കറി സൂപ്പർ വേഗത്തിൽ പശപശപാകറ്റും. ഇനി സമയം ലാഭിക്കൂ, നിങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കൂ. എന്റെ ഈ സ്ട്രെസ് പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്നതാണ്. കുട്ടികളെ ഉണർത്തണം, അവരെ റെഡിയാക്കണം, പിന്നെ ഓഫീസിലേക്ക് ഓട്ടം. പിന്നെ ഒരു ദിവസം തോന്നി സ്ട്രെസ് മൂലം ഇത്രയും ഹെയർ ഫോൾ, വകച്ചിലിന്റെ വീതി കൂടി. അപ്പോഴാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് ഇന്ദുലേഖ. ഇന്ദുലേഖ ബ്രിംഗ ഓയിൽ. ഇത് മുടിവേരുകളിൽ പ്രവർത്തിക്കും, മുടി കൊഴിച്ചിൽ കുറയും, പുതിയ മുടി വളരും. ഇന്ദുലേഖ ആയുർവേദിക് ഔഷധം. ഇത് പുതിയ മുടി വളർത്തും. എന്നെ ഒരു നോക്കു കണ്ടാലോ ദിനം ധന്യമായി. ഇന്നെന്താണ്? ഇന്ന് ഞങ്ങളുടെ മ്യൂസിക് കോമ്പറ്റീഷനാ. മമ്മിന്റെ മുഖം ഞങ്ങൾക്ക് പേഴ്സിലുണ്ട് 100% കൂടുതൽ ഗ്ലിസറിൻ. ഇത് നിങ്ങളുടെ മുഖത്തിന് നൽകുന്നു ഒരു സവിശേഷ ഗോൾഡൻ ഗ്ലോ. പേഴ്സ് ഗോൾഡൻ ഗ്ലോ. എന്താ ഉള്ളത്?
ഇതിലുണ്ട് മാംഗോ ആൻഡ് ഓറഞ്ച്, പപ്പായ ആൻഡ് ആപ്പിൾ, pear, grapes, banana, juicy pineapple. 8 പഴങ്ങളുടെ യമ്മി ടേസ്റ്റ് കിസാൻ ജാമിൽ. ഈ സ്ത്രീകൾ 7 ദിവസം കൊണ്ട് ഡവിലേക്ക് മാറുമോ? ഡവ് ബ്യൂട്ടി ബാർ ഉപയോഗിച്ച ശേഷം എന്റെ മുഖം വെണ്ണ പോലെ മൃദുലമായി തുടങ്ങി. ഡവ് ഒരു ക്രീമിന്റെയും ഫേസ് വാഷിന്റെയും പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. മൈ സ്കിൻ ഇസ് ഗ്ലോയിങ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഡവിന്റെ മാജിക് എന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. കാൽഭാഗം മോയ്സ്ചറൈസിംഗ് ക്രീമോടെ ഇനി എന്റെ ജീവിതകാലത്ത് മാറുകയേ വേണ്ട. ഡവിലേക്ക് മാറൂ മൃദുവായ ഏറെ തിളങ്ങുന്ന ചർമ്മത്തിന്. ചെറുനാരങ്ങയുടെ പരിശുദ്ധി മിത്ര ലെമൺ ബ്യൂട്ടി. മിത്ര സ്കിൻ കെയർ സോപ്പ്, എ സിൻകോൺ പ്രൊഡക്റ്റ്. ഡ്രീം യുവർ ഹോം. മിനാർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് PSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് റൂട്രോണിക്സ്. സ്വർണ്ണമൊക്കെ എടുത്ത് KSFയിൽ വെച്ചേട്ടാ, ഇപ്പൊ മനസമാധാനമുണ്ട്. KSFE ഗോൾഡ് ലോൺ. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നാട്ടിലും വിദേശത്തും വളരെയധികം തൊഴിൽ സാധ്യതകളാണ് NCDC നൽകുന്ന മോണ്ടിസോറി കോഴ്സുകൾക്കുള്ളത്. Brides of India. Celebration Bridal Jewelry by Malabar Gold and Diamonds. രാഷ്ട്രീയ ലക്ഷ്യം കാണാതെയാണ് KPCC പ്രസിഡന്റ് നയിച്ച ജനമഹായാത്ര സമാപിച്ചത്. യാത്രയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാകാത്ത കമ്മിറ്റികൾ പിരിച്ചുവിട്ടും കോൺഗ്രസ് നിലപാടുകൾ വ്യക്തമാക്കാനാകാഞ്ഞതും യാത്രയ്ക്ക് തിരിച്ചടിയായി. പങ്കാളിത്തക്കുറവ് കൊണ്ട് സമാപന സമ്മേളന വേദി പോലും മാറ്റേണ്ടി വന്നു. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഒരു പ്രതിഫലനവും സൃഷ്ടിക്കാതെയാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ ജനമഹായാത്ര സമാപിച്ചത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് മുല്ലപ്പള്ളി യോഗ്യനാണോ എന്ന ചോദ്യമാണ് യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോൾ ബാക്കിയാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രവർത്തന ഫണ്ട് ശേഖരണവും ലക്ഷ്യമിട്ട് നടത്തിയ യാത്ര പല ജില്ലകളിലും പ്രവർത്തകരുടെ പ്രാതിനിധ്യമില്ലാതെ അപഹാസ്യമായി. പരിപാടിയിൽ സഹകരിക്കാത്ത പല മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെയും പിരിച്ചുവിട്ടാണ് യാത്ര തലസ്ഥാന നഗരിയിൽ എത്തിയത്. 1 ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പുത്തരിക്കണ്ടം മൈതാനമാണ് സമാപന സമ്മേളനത്തിന് ആദ്യം തെരഞ്ഞെടുത്തതെങ്കിലും യാത്രാ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകർ ഇല്ലാതായതോടെ സമാപന സമ്മേളനം കേവലം 5000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഗാന്ധി പാർക്കിലേക്ക് മാറ്റേണ്ടി വന്നു. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനല്ലാതെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും മുല്ലപ്പള്ളിക്കായില്ല. ശബരിമല വിഷയത്തിൽ ആദ്യം 2 നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ യഥാർത്ഥ ശബരിമല നിലപാടെന്തെന്ന് യാത്രയിലും വിശദീകരിക്കാൻ മുല്ലപ്പള്ളിക്കായില്ല. കാസർഗോഡ് കൊലപാതക വിഷയത്തിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതും ജനം തള്ളിക്കളഞ്ഞതോടെ യാത്ര ത്രിശങ്കുവിലായി. മുല്ലപ്പള്ളിയുടെ യാത്ര അനന്തപുരിയിൽ സമാപിച്ചപ്പോൾ യാത്ര ലക്ഷ്യം കണ്ടില്ല എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിലെ പിന്തുണ കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC പ്രസിഡന്റിന് നഷ്ടമായി എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.